ഹലോ ഗായ്സ്, അപ്പോൾ അതേ നമ്മളിവിടെ മന്തി ഉണ്ടാക്കാനുള്ള ചിക്കൻ കണ്ടോ, ചിക്കൻ ഫ്രൈ ആക്കി അരിത അടുപ്പത്ത്. ഇന്ന് നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മക്ക് എത്ര വയസ്സാകുമെന്ന് 40+ ആയി. അല്ല 40+ ഓൾറെഡി ആയില്ലേ? ഏജ് ഒന്നും പറയണ്ട. അപ്പൊ ഏജ് പറയേണ്ടതാണ്. പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആണ്. എത്രാമത്തെ ബർത്ത്ഡേ ആണ്? 18ാം പിറന്നാൾ തന്നെ നമുക്ക് പറയാം. ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫാമിലി വരുന്നുണ്ട്, ഗസ്റ്റ്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള മന്തി പായസം ഉണ്ടാക്കുന്നുണ്ടോ? പായസം അങ്ങനെ കുറച്ച് പരിപാടികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കരോളും വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇവിടുത്തെ പള്ളിയിലെ കരോള് വരുന്നുണ്ട്. അപ്പൊ ഇത് ചിക്കൻ അല്ല ഫ്രൈ ചെയ്തതിന് പകരം ഓവനിൽ വെച്ച് ഫ്രൈ ആക്കി നോക്കാം നമുക്ക്. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. നോക്കണത് കരിയോ എന്തോ ആകുമോ? കരിയില്ല. ഞാൻ ഇന്നലെ വെച്ച് നോക്കിയിട്ട് കരിയില്ല. അവളുടെ ഉറപ്പില് വെക്കുന്നു കേട്ടോ. കരിയോ ആവോ എന്താവോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഏകദേശം റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ എല്ലാം ഓൾറെഡി റെഡിയാക്കി വെച്ചതായിരുന്നു. എന്നാലും പിന്നെ അതിൽ കുറച്ച് മിനുക്ക് പണികളൊക്കെ. അപ്പോൾ ചേട്ടനും കൂടി ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. വൈകുന്നേരം കരോളുകാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയറാക്കി എല്ലായിടവും സെറ്റപ്പാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് വട്ടയപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ തുടങ്ങി. ഏകദേശം അതിൻ്റെ മാവൊക്കെ പൊങ്ങി വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മന്തിയിൽ റൈസ് ചേർക്കാനുണ്ടായിരുന്നു. ചിക്കൻ ഏകദേശമൊക്കെ ഫ്രൈ ആയി കിട്ടി. അതിന് ശേഷം ഞാൻ മന്തിയിൽ റൈസ് ചേർത്ത് അതും ഒപ്പം ആക്കി വെക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ നല്ല ജലദോഷം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചു. ഇത് കണ്ടോ, മുളകാണ്. മുളകാ തോന്നുന്നു കുത്തി വെക്കുന്നുണ്ട് ലാസ്റ്റ്. ഇത് ഇങ്ങനെ കണ്ട് ഇതിന്റെ പുറത്ത് ഏറ്റവും വലിയ ഡെക്കറേഷൻ ഇതിനകത്ത് ഇതാ. ഇത് 3 എണ്ണം ഇത് വെച്ചിട്ടുണ്ട്. ഇത്ര ഉള്ളു കാര്യം. മന്തി റെഡി. പുകച്ചില്ല അല്ലേ? പുകച്ചില്ല. ഗൈസ്, അപ്പോൾ പായസത്തിനുള്ള പാലൊഴിച്ച് അതിനകത്തേക്ക് ഏലക്ക ഇട്ട് വെച്ചു. ഇതാണ് നമുക്കുള്ള പായസത്തിന് പൈപ്പ്. അത് വേവിച്ചു. ശർക്കര പാനി ഒഴിച്ച് കാത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പഴേ ക്ലാസ് ആയിട്ട് വെയിറ്റിംഗ് ആണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എങ്ങനെയാവോ ആർക്കറിയാം. കൊതുവിടല്ലേ? പപ്പ ഇപ്പഴേ ക്ലാസ് ആയിട്ട് വെയിറ്റിംഗ് ആ. ഇത് കടുക് വറക്കുന്നവരെ അടച്ചു വെച്ചാൽ മതി. മനുഷ്യ ഇത് അടച്ചു. നിന്നോട് ആരപ്പോ ഇത് പറഞ്ഞത് അടക്കണ്ടെന്ന് പറഞ്ഞു? ആരും പറഞ്ഞു അടക്കണ്ടെന്ന്. ഇപ്പഴേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. ഇതിന്റെ തെളിവെള്ളം മാത്രം എടുത്ത് നമ്മള് അജയനെങ്കിൽ തെളിവെള്ളം ഉള്ളതെന്ന് പറയുന്നത്. തെളിവെള്ളം ഇത് വെള്ളം കൂടി പോയി ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നീ സമ്മതിക്കൂല. വിജയപ്പ വയസ്സിന് കുറുകിയല്ലേ ഇരിക്കുന്ന വിജയ. കുറച്ചൊക്കെ ഒന്ന് നീണ്ടില്ല. അങ്ങനെ എൻ്റെ സോഫ്റ്റായ വട്ടയപ്പമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ചിലതിനകത്ത് പഴം ചേർത്ത് ഞാൻ വെച്ചു കേട്ടോ. കേട്ടോ, അമ്മ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അവർക്കുള്ള സ്പെഷ്യൽ ബാക്കി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം എല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവരുടെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു കരോളുകാർ വരുന്നത്. കഴിഞ്ഞ ഓരോ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പീസ് കൊടുത്ത് വായിലേക്ക് ഒറ്റയടിക്ക് വെക്കരുത്. നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനാണ്. അതിനനുസരിച്ച് ഇഷ്ടമുള്ള പപ്പ മുട്ടുത്തിക്ക്. ചുമ്മാ ഹൈറ്റ് 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 ഇനി റെഡി. ഹാപ്പി ബർത്ത്ഡേ. പൊട്ടി കാണിക്കാൻ തന്നെ പൊട്ടി നോക്കാൻ തന്നെ. ഇങ്ങോട്ട് നോക്ക്. അത് ഞങ്ങളുടെ ടേബിൾ ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുട്ട് കുത്തി നിന്നാണ് കേക്ക് കട്ട് ചെയ്തത് കേട്ടോ.
കേട്ട് ചെയ്യാൻ നേരം ഇരുന്നപ്പോഴാണ് ബിജേട്ടൻ പുറകോട്ടൊക്കെ തിരിഞ്ഞ് എന്ത് നോക്കുന്നുണ്ടപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി. അപ്പോഴാണ് ബിജേട്ടൻ എനിക്ക് ക്ലാസ് എടുത്ത് തന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്പിളി എന്നോട് പറഞ്ഞു എൻ്റെ ഗിഫ്റ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞ് അങ്ങനെ അവളും ഗിഫ്റ്റ് എടുത്ത് തന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അതിൻ്റെ പുറകിൽ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു, നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. ഏകദേശം ആ സമയമൊക്കെ ആയപ്പോഴത്തേനും കരോളുകാർ വരാനായിരുന്നു. ഇനി അത് നിങ്ങൾ കണ്ടിട്ട് വാട്ടോ. പാട്ടൊക്കെ പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഞങ്ങൾ വട്ടയപ്പവും പിന്നെ പായസം ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ അവർ ലാസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്ന് വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം.